ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ സാധാരണ ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള കൃഷിയെക്കുറിച്ചാണ്. ഇന്ന് ഞാനിവിടെ വെള്ള കാന്താരിയും ചുവന്ന ചീരയും പയറും കൃഷി ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം മണ്ണിളക്കി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇവിടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടുത്തെ തെങ്ങിൻ്റെ ചുവട്ടിലായിട്ടാണ് കൃഷി ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ചുടുകട്ട അടുക്കി ഇതുപോലെ വച്ചിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ അടുക്കി വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുകളിൽ മണ്ണ് കൊണ്ടിടും. അപ്പം ആ മണ്ണ് പുറത്തേക്ക് ഒലിച്ചു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചുടുകട്ട കൊണ്ട് അടുക്കി വച്ചേക്കുന്നത്. ഞാൻ കുറച്ച് മണ്ണിട്ട് പൊക്കി കൊടുക്കുകയാണ്. ഈ മണ്ണ് കരിയിലയും ചവറുക കത്തിച്ച ഭാഗത്തുള്ള മണ്ണാണ് എടുത്തേക്കുന്നത്. മണ്ണ് നന്നായിട്ട് പൊക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വിത്തുകളൊക്കെ സാധാരണ ചെടിച്ചട്ടിയിൽ വേറെ ഏതെങ്കിലും ചെടിയുടെ കൂടെ ആയിരിക്കും ഇടുന്നത്. അപ്പം ഇതിൽ ഞാൻ വെള്ളക്കാന്താരിയുടെ വിത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു തൈ എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ട് നടുകയാണ്. അപ്പം ഞാൻ ആ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ആ കുഴിയിലോട്ടാണ് ഈ തൈ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ കൃഷിക്ക് ഏറ്റവും അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല മണ്ണിളക്കമുള്ള മണ്ണാണ്. അതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 കാന്താരിയും കുറച്ച് ചുമന്ന ചീരയും പിന്നെ 4 പയറും നട്ടിട്ടുണ്ട്. കാന്താരി മുളക് വളർന്നു വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും, ഏതാണ്ട് ഒരു 3 മാസമൊക്കെ എടുക്കും. അതേസമയം ചീര പെട്ടെന്ന് വളർന്നു വരും. അതുകൊണ്ടാണ് ഞാൻ ചീരയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നട്ടു കൊടുത്തത്. ചീരയ്ക്ക് 1 മാസം 1.5 മാസം മതി അത് വളർന്ന് കിട്ടാനായിട്ട്. പക്ഷേ പയറും ഒരു 2-3 മാസം എടുക്കും വളർന്നു വരാനായിട്ട്. അപ്പം നമുക്ക് ഇവിടെ നമ്മളെ 1 മാസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കാണുന്നത്. ഇവിടെ ചീരയും പയറും വളർന്നു വന്നിട്ടുണ്ട്. കാന്താരി മുളക് ചെറിയ രീതിയിൽ മാത്രമേ വളർന്നിട്ടുള്ളൂ. അതിന് വെയിലൊക്കെ ഒരുപാട് കിട്ടാത്തത് കൊണ്ടാവാം ഒരുപാട് വളരാതിരുന്നത്. അപ്പം നമുക്ക് ഈ ചീരകൾ മുറിച്ചു കൊടുക്കാം. എന്തായാലും ചീര നമുക്ക് കറി വയ്ക്കാനായിട്ട് പാകമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ചീര മുറിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളെ കാന്താരി മുളക് വളർന്നു വരും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാന്താരി മുളക് വളർന്നു വരാൻ കുറച്ച് സമയമെടുക്കും. ചീര പെട്ടെന്ന് വളരുന്ന ഒരു കൃഷിയാണ്. പിന്നെ ഞാൻ എന്നും രാവിലെ വന്ന് എൻ്റെ കൃഷിയിടങ്ങളിൽ നോക്കാറുണ്ട്. ഇതിലെന്തെങ്കിലും പുഴുവോ പ്രാണികളോ വല്ലതും ഉണ്ടോ, ഇതിനെ ശല്യം ചെയ്യുന്നുണ്ടോ, ഇതിൻ്റെ ഇലകളിലൊക്കെ ചിലപ്പോൾ പുഴു കയറിയിരുന്ന് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇലകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ എന്നും വന്ന് നോക്കാറുണ്ട്. നമ്മൾ എന്നും വന്ന് നമ്മളെ കൃഷിയിടത്തിൽ ഒരു നേരമെങ്കിലും വന്ന് നോക്കണം. കാരണം എന്തെങ്കിലും പുഴുവോ പ്രാണിയോ നമ്മളെ കൃഷിയെ ശല്യം ചെയ്യുന്നുണ്ടോ, അത് എന്തെങ്കിലുമൊക്കെ പൂക്കളായാലും കായ്കളായാലും ഇലകളായാലും കഴിക്കുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര വിളവ് നമുക്ക് കിട്ടത്തില്ല. ഇപ്പം എൻ്റെ ചീര നല്ല രീതിയിൽ ഒരുപാട് മുറ്റിയിട്ടൊന്നുമില്ല, നല്ല കിളുന്ത് ചീരയാണ്. ഇത് വേണമെങ്കിൽ 1 ആഴ്ചയോ 2 ആഴ്ചയോ കൂടെ നിൽക്കും. നമുക്ക് ഇത്ര മതി. അതുകൊണ്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ്. നമുക്ക് ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ചീര തോരനും കൂടെ കാണും. അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ.